കുന്നംകുളം വെള്ളിത്തുരുത്തിയിൽ കാറിടിച്ചു പരിക്കേറ്റ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. തുടർ ചികിത്സയ്ക്കായി കുട്ടി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. രാജഗിരിയിലേക്ക് മാറ്റാൻ കുടുംബം പോലീസ് എസ്കോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും ലഭിക്കാതായതോടെ ആംബുലൻസ് അരമണിക്കൂറിലധികം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയാണ് ഒടുക്കം ആശുപത്രിയിൽ എത്തിച്ചത്. കാർ ഓടിച്ച ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് 2:40ഓടെയാണ് അപകടം. വെള്ളിച്ചിരുത്തി സ്വദേശി 9 വയസ്സുള്ള പാർവണ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് കാർ ഇടിച്ചത്. അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ് CCTV ദൃശ്യങ്ങൾ. ഗുരുതര പരിക്കേറ്റ പാർവണയെ കുന്നംകുളം ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതോടെ തൃശൂർ അമല ആശുപത്രിയിലേക്കും ആരോഗ്യനില വഷളായതോടെ ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റാനായി കുടുംബം പോലീസ് എസ്കോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. ഇതോടെ ഗുരുതരാവസ്ഥയിൽ കുട്ടിയുമായി പോയ ആംബുലൻസ് ആലുവയ്ക്ക് സമീപം ഏറെ നേരം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി. നിലവിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. കാർ ഓടിച്ചിരുന്ന കണ്ടൻകോട് സ്വദേശി ബോബൻ മദ്യപിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തി. ബോബന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 24 തൃശൂർ.